കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റെല്ലാം മതിയാവും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ചക്ക പായസം ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചക്ക, ഒരു 10 ചുളയോളം വരും, കട്ട് ചെയ്ത് വെച്ചതാണ്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റെല്ലാം കൊണ്ട് അത് വെന്ത് കിട്ടും. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ചക്ക ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ട്, പെട്ടെന്ന് എല്ലാവരും വീട്ടിലുണ്ടാകുന്ന മൈദപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി എടുക്കാം. അത് ഒന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം. മൂന്ന് മിനിറ്റെല്ലാം കഴിഞ്ഞ് ഇത് ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കലക്കി വെച്ച മൈദ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചക്ക എല്ലാം എപ്പോഴും നമ്മൾ ഒരു ചക്ക വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് എന്തായാലും ബാക്കിയുണ്ടാവും. ആ സമയത്ത് അത് കളയാതെ ഇതുപോലെ പായസം ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനാവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര, ആവശ്യമായ പഞ്ചസാര, അത് ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ചില ചക്കയിൽ നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചക്ക കയ്യിലുണ്ടാകുമ്പോൾ പായസം ഉണ്ടാക്കണം തോന്നിയാൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും എളുപ്പമാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒന്ന് പതിച്ചിട്ട് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞ്. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ ഒന്നും വറുത്തിടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.